സൺഡേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ അല്ലേ, മെയിൻ ആയിട്ട് സ്പെഷ്യൽ ഫുഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും. എന്നാൽ ഇന്നത്തെ സൺഡേ നമുക്ക് അങ്ങനെ സ്പെഷ്യലോ കാര്യങ്ങളോ ഒന്നുമില്ല. അമിത സാമ്പാറിന്റെ കുറച്ച് കഷ്ണങ്ങളെല്ലാം മുറിച്ച് തന്നിട്ടുണ്ട്. അതും എല്ലാ കഷ്ണമൊന്നും ഇല്ല കഷ്ണം കൊണ്ട് ഒരു തട്ടിക്കൂട് സാമ്പാർ അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കാര്യം വേറൊന്നും അല്ല, 2-3 ദിവസമായിട്ട് ഫുഡടിയായിരുന്നു. അമ്മേന്റെ അനിയത്തി സബിയാന്റിയും ഹസ്ബൻഡും കോഴിക്കോട് അങ്ങ് താമരശ്ശേരിന്ന് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മുന്നേ 7 വർഷങ്ങൾക്ക് മുന്നേ നമ്മളെ കുടികൂടലിനാന്ന് വന്നിട്ടുണ്ടായിനി. അതിനുശേഷം ഇപ്പാന്ന് കേട്ടാ അവര് വരുന്നത്. നമ്മ അങ്ങോട്ട് കുറെ പ്രാവശ്യം അതിന്റെ ഇടയ്ക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് രാവിലെ അവര് നാട്ടിലേക്ക് തിരിച്ചു പോയി. 2-3 ദിവസം നമ്മ എല്ലാരും കൂടി ലേഖമ്മേന്റെ അടുത്തായിരുന്നു. ഫുഡടിയും വാചകടിയും എല്ലാം 2-3 ദിവസം പോയതെന്നെ അറിഞ്ഞിട്ടാ. നമുക്ക് ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഒരു നോവൽ എടുത്തിട്ട് വായിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിനി. അമ്മ അത് വായിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഇതാ ഏകദേശം വായിച്ചിട്ട് പകുതി 3/4 ഭാഗം ആയിട്ടുണ്ട്. ഈ നോവൽ വായിച്ചവര് ഒന്ന് കമന്റ് അറിയിക്കണേ, ഇതിന്റെ അവസാന ഭാഗം ആർക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന്. കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മളെ സാമ്പാറിന്റെ കഷ്ണവും വന്നിട്ടുണ്ട്. പിന്നെ തേങ്ങയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ വേഗം വീട്ടിൽ പോയിട്ട് അരച്ചുകൊണ്ടുവന്നു. നമ്മളെ ചെറിയ ജാറ് പുതിയത് വാങ്ങിയിട്ടാ ഇതുവരെ. പരിപ്പ് ഒഴിച്ചതും തേങ്ങ അരച്ചതെല്ലാം ചേർത്തിട്ട് സാമ്പാർ അങ്ങ് സെറ്റാക്കി എടുത്തു. സൈഡായിട്ട് എന്തെങ്കിലും ഇല്ലെങ്കിൽ ചോറിറങ്ങൂല. ഉണക്കമുള്ളൻ ഉണ്ടായത് 2-3 എണ്ണം അതും കൂടി വറുത്തെടുത്തു. സബിയാന്റി വന്ന വിശേഷങ്ങളായിട്ടില്ലേ ഫുൾ വ്ലോഗ് ഇട്ടിട്ടുണ്ട്.